യേശുവാണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സൗഖ്യദായകമെന്ന് ബോധ്യമുണ്ടായി. എല്ലാവരും അവരവരുടെ പഴയ കാലങ്ങളിലേക്ക് ഒരു തിരിച്ചുപോക്ക് നടത്തി. മനസ്സിൻ്റെ അടിത്തട്ടിലുണ്ടായിരുന്ന ആഗ്രഹങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടായി. അതിനിടയാത്തവരോട് ക്ഷമിക്കുവാനുള്ള കൃപ എല്ലാവർക്കും ലഭിച്ചു. ഇനിയുള്ള കാലങ്ങളോട് ക്ഷമിച്ച് സ്നേഹിച്ച് ജീവിച്ചുകൊണ്ടാവുന്ന മാക്സിമം ചെയ്യാമെന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും മറ്റുള്ളവർക്കുണ്ടാക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് ആദ്യം ദൈവത്തോടും പിന്നെ ക്ഷമ ചോദിക്കുവാനുള്ള വ്യക്തിയോടും ക്ഷമ ചോദിക്കാൻ തയ്യാറായി. എല്ലാ ദിവസവും വൈകിട്ട് അന്നത്തെ മുറിവുകളെക്കുറിച്ച് ഈശോയുമായിട്ടൊരു സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുവാനിടയായി. ജനനം മുതൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഈശോയ്ക്ക് നമ്മെ സുഖപ്പെടുത്താനാവുമെന്നുള്ള ബോധ്യമുണ്ടായി. കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടവരിൽ നിന്ന് കിട്ടേണ്ട വിധത്തിൽ കിട്ടാതിരിക്കുമ്പോഴാണ് നമുക്ക് ആന്തരികം ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മൾ അതുപോലെ കൊടുക്കേണ്ട സ്നേഹം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട വിധത്തിൽ കൊടുക്കുകയും ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേര് സെൻറ് തോമസ് എന്നാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 9 അംഗങ്ങളാണുള്ളത്. പക്ഷേ ഇന്ന് വന്നത് 5 അംഗങ്ങളെ വരാൻ സാധിച്ചു. പോയ ആഴ്ച ആന്തരികത്തെക്കുറിച്ചുള്ള ക്ലാസ്സാണല്ലോ. ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഒരാളുടെ ഹൃദയഭാരങ്ങൾക്കായിരുന്നു ദൈവത്തെ സൂക്ഷിക്കാൻ സാധിച്ചുകൊണ്ട് ഉള്ളിലുണ്ടായ ഹൃദയഭാരങ്ങൾ മാറിപ്പോയി. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിച്ചു. പരിശുദ്ധാത്മാവിനെ സൂക്ഷിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ വേറെ കിട്ടേണ്ട സ്നേഹം കിട്ടാവുന്നപ്പോൾ ദീപികാരനിലൂടെ അമ്മയുടെ സ്നേഹം ഈശോയുടെ നിലനിർത്തി അതിലൂടെ ആന്തരിക സുഖം കിട്ടി. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലെ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. എല്ലാവരും പ്രാർത്ഥനയിൽ ജീവിക്കുന്നു. പക്ഷേ ബൈബിളും വായനയും പ്രാർത്ഥനയാണ്. നമ്മൾ പ്രാർത്ഥന എന്നുള്ള കാര്യങ്ങൾ സജീവമായി മുന്നോട്ട് പോകുന്നു. അല്ലെങ്കിൽ പലർക്കും പൂർണ്ണമായും ക്ഷമിക്കാനുള്ള കൃപ ലഭിച്ചു. പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നടന്നില്ല. പക്ഷേ ആ വ്യക്തി വളരെയധികം വിഷമിച്ചിരുന്നു. പക്ഷെ സംസാരിക്കാൻ സാധിച്ചു. അതിനുള്ള പാപങ്ങളെല്ലാം പറഞ്ഞപ്പോൾ നിങ്ങളുടെ കൃപ ലഭിച്ചു. പിന്നെ പാവാവസ്ഥയിലുള്ള വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പലർക്കും പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ വിശുദ്ധി കൂടാതെ കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല എന്ന അഭിപ്രായം 12 പറയുന്നു. ആന്തരിക സൗഖ്യത്തിൻ്റെ മേഖലയിൽ പലർക്കും മാറ്റം കിട്ടി. അതുമൂലം ക്ഷമിക്കാനുള്ള കഴിവ് കിട്ടി. ഒരു വ്യക്തിക്ക് ഓർമ്മക്കുറവിൻ്റെ പ്രശ്നമുള്ളതായിരുന്നു. ആൾ പല സാധനങ്ങളും മരത്തിൽ വെച്ചിട്ടൊക്കെ ഓർമ്മക്കുറവ് എങ്ങനെയാണുള്ളത്. അപ്പോൾ അത് പിന്നെ അത് മാറി കിട്ടി കണ്ടുപിടിക്കാൻ സാധിച്ചു. സീരിയലാണെന്നൊക്കെ അമിതമായ താല്പര്യം ഉണ്ടായിരുന്ന പലർക്കും അത് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ തന്നെ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വ്യക്തി അവരുടെ കുട്ടിക്ക് വേണ്ടിയിട്ട്
ഇപ്പം അത് അങ്ങനെ പാടാനൊക്കെ പറയും. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള 1-2 പേർക്ക് അവർ പറഞ്ഞു സമരം വരുമ്പോൾ നേരത്തെ തട്ടി പറയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ അവർക്ക് ഈ ക്ലാസ്സിലൂടെ മോചനം ലഭിച്ചു. പിന്നെ വേറെ വ്യക്തി ആശുപത്രിയിൽ കുട്ടിയെ കാണാനായിട്ട് പോയി. ആ കുട്ടിയുടെ തലയിൽ കൈവച്ച് ഇങ്ങനെ കൊണ്ട വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അടുത്തിരിക്കുന്ന കുട്ടിയുടെ അമ്മ പറഞ്ഞു ഞങ്ങളുടെ തലയിൽ ഇവിടെ കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. അത് വളരെ അനുഭവമായി തോന്നി. പിന്നെ വേറൊരു സഹോദരിക്ക് വാക്കിലൂടെയും പ്രവർത്തിലൂടെയും മറ്റുള്ളവരെ ഉൾപ്പെടുത്തുമായിരുന്നു. അതിൽ നമുക്ക് മോചനം കിട്ടി. പിന്നെ വേറൊരു സഹോദരിക്ക് എപ്പോഴും ചിന്തയിൽ വിളയാഴ്ച വരുമായിരുന്നു. അതിൽ നിന്ന് മോചനം കിട്ടി. വേറൊരു സഹോദരി ഇവിടെ ഈ ക്ലാസ്സിൽ ഉറക്കം കൂടാതെ വന്നു. അപ്പോൾ അങ്ങനെ വന്നതിന് നമ്മുടെ മകന് അമ്പലത്തിൽ നിന്ന് വളരെ രക്ഷ കിട്ടി. വളരെ അല്ലെങ്കിൽ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ദിവസം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനാവശ്യമുണ്ടോ എന്നതാണ് ചോദ്യം. നമ്മളിപ്പോഴത്തെ ജീവിതത്തിന്റെ ലെവലെടുക്കുന്നു. ആത്മാവിന് അടിയറവിക്കുന്നത് അതിന്റെ ആവശ്യകത എന്താണ്? ഇതാണ് പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് ജീവന്റെ ആത്മാവാണ്. ജീവൻ നമ്മുടെ ആത്മാവ്. ഞാനിത് പറയുന്നതായിരുന്നു ഒരു ആനന്ദത്തിന്റെയും ഒരു ആത്മീയ സന്തോഷത്തിന്റെ ജീവിതം നയിക്കണമെങ്കിൽ ആത്മാവ് നമ്മളെ സഹായിക്കാതെ ഒരിക്കലും പറ്റുകയില്ല. അല്ലെങ്കിൽ ഇന്ന് സന്തോഷം ഉണ്ടാകും, നാളെ കൊടുക്കുക. അപ്പം തന്നെ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ മാറും. ശാശ്വതമായ ഒരു ആനന്ദത്തിന്റെ അനുഭവത്തേക്ക് വരണമെങ്കിൽ ആത്മാവിൽ നാം നിറയണം. ആത്മാവിൽ നമ്മുടെ ജീവിതത്തെ നാം സമർപ്പിക്കണം. അടിയറവിലേക്ക് ആത്മാവേ ഞങ്ങളെ സഹായിക്കണമെന്ന് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ ശാന്തതയുടെ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവിന്റെ പങ്ക് എൻ്റെ ജീവിതത്തിൽ എന്താണ്? പരിശുദ്ധാത്മാവിൽ പൂർത്തീകരിക്കുന്നത് എന്ത് എന്ന് പൂർണ്ണമായി വെളിപ്പെടുത്തിക്കുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ മാനുഷിക ബുദ്ധിയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അതേപോലെ എഴുതാൻ ചെയ്യുകയായിരുന്നു. എന്താണ് പറയുന്നത്? ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റിനെ ജീവിതത്തിന്റെ സന്തത സഹചാരിയായിട്ട് മാറ്റുകയാണ്. വലിയ സുവിശേഷ പ്രഘോഷകരാണ്. പിന്നെ ഇതുപോലെ ഓരോ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന വ്യക്തിയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആത്മാവിന്റെ വിലയെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിലേക്കാണ് ഇന്ന് നമ്മളെ നയിക്കപ്പെടുവാനായി ഈശോ കൽപ്പിക്കുന്നത്. നമ്മളോടുകൂടി അല്പസമയം കേൾപ്പിക്കണമേ എന്ന് നമ്മളോട് ആത്മാവിന്റെ ഉജ്ജ്വലിപ്പിക്കൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുക. അങ്ങനെ നമ്മളിൽ ഉദ്ധിതമാകപ്പെട്ട ഈ പരിശുദ്ധാത്മാവുമായി നമുക്കെന്താ ബന്ധമുണ്ടോ? അന്വേഷിക്കുക. എന്തെങ്കിലും ബന്ധമുണ്ടോ പരിശുദ്ധാത്മാവുമായി? ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ആത്മാവിനോട് പ്രാർത്ഥിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, ആത്മാവിന്റെ കാര്യം പറയാറുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആത്മാവ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണയുണ്ടായില്ല. ബോധപൂർവ്വം ചിന്തിക്കണം. ആത്മാവുമായി എന്ത് ബന്ധമാണ്? പലപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുവാൻ, പരിശുദ്ധാത്മാവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കാത്തത് പലപ്പോഴും അജ്ഞത മൂലമാണ്. യോഹന്നാന്റെ സുവിശേഷം 14:17 പറയുന്നത് ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല. അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധ്യമല്ല. കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യില്ല. ഈ ഭാഗത്താണ് നടക്കുന്നത്. ഈ ലോകത്തിന്റെ ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ തിരിച്ചറിയണം. യഥാർത്ഥത്തില് പരിശുദ്ധാത്മാവുമാണ് നമ്മുടെ ബന്ധം. ഒരു പ്രഖ്യാപനത്തിൽ തീരുക, വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് മാത്രമേ ആത്മാവ്
നമുക്ക് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പരിശുദ്ധാത്മാവ് ശക്തി അല്ലെങ്കിൽ നമ്മൾ അതിനെ പലപ്പോഴും കാണുന്നുണ്ട്. അതിന് കാരണം എന്താ? അപ്പോസ്തലൻ നേരിട്ട് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും. ശക്തി എന്ന വാക്കിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണ്. പരിശുദ്ധാത്മാവ് ശക്തിയല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പറഞ്ഞേ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ജഡിക മനുഷ്യനാണ്. ജഡിക മനുഷ്യനാണ്. അവസരം വന്നാൽ ഇത് പുറത്തു വരും. ഞാൻ ഓർക്കൊരു സംഭവം പറഞ്ഞത് ഇപ്പോൾ വളരെ അറിയില്ല. എന്റെ സുഹൃത്ത് പറഞ്ഞ സംഭവം ഞാൻ ഓർക്കുകയാണ്. എന്റെ സുഹൃത്ത് 40 വർഷത്തിന് മുമ്പ് ധ്യാനിക്കാൻ ചെല്ലുമ്പോൾ ധ്യാനം തുടങ്ങുന്ന അച്ഛൻ ഇങ്ങനെ പരിചയപ്പെടുന്നവരെ അച്ഛൻ ചോദിച്ചു, ഇവിടെ ഞാൻ പോകേണ്ട സമയമാണ്. ഇവിടെ 30 ധ്യാനത്തിൽ പങ്കെടുത്ത ആൾക്കാരാണ്. 20-30 ധ്യാനത്തിനിടയ്ക്ക് പങ്കെടുത്ത ആരെങ്കിലുണ്ടോ? അത് 10 ധ്യാനത്തിൽ പോകേണ്ട ഇഷ്ടമാണ്. ഒരു മനുഷ്യൻ വേണ്ടത് 25ാമത്തെ ധ്യാനമാണ്. ധ്യാനത്തിൽ വന്ന മനുഷ്യനെ 25ാമത്തെ എന്റെ സുഹൃത്തിന്റെ വിഷയത്താക്കിയ മനുഷ്യൻ 25 ധ്യാനത്തിൽ പങ്കെടുക്കുന്ന മനുഷ്യൻ ഈ മനുഷ്യൻ എന്റെ സുഹൃത്ത് പറയാണ്, ധ്യാനം തുടങ്ങുന്നതിന് തന്നെ പോയിട്ട് അവരുടെ ഗവൺമെന്റ് ബഹളം കേട്ടാണ് എന്റെ സുഹൃത്ത് അങ്ങോട്ട് ചെയ്തത്. ഈ മനുഷ്യൻ ബഹളം കാരണം 25 ധ്യാനത്തിൽ എന്താ സംഭവിക്കുകയാണോ? ഗവൺമെന്റിന്റെ എന്താണ് ഒരു മനുഷ്യൻ വന്ന അയാളുടെ ബെഡും അയാളുടെ ബാഗുമെല്ലാം ഒരു സ്ഥലത്ത് വെച്ചിട്ട് അയാളുടെ പള്ളിയിലേക്ക് കാണുന്നത്. നമ്മുടെ ഈ കാലം 25 ധ്യാനം കൂടി കുത്തി അതിനുശേഷം പുള്ളിക്ക് പുള്ളി ആ ബാഗ് പുള്ളി വയ്ക്കാറ്. അപ്പൊ നമ്മൾ ഈ പ്രാർത്ഥിക്കാൻ പോയി വിളിച്ചു വന്നപ്പോഴത്തേക്കും അയാളെ മാറ്റി വെച്ചിരിക്കുക. ഇതിനെ ചുറ്റിയുള്ള ബഹളം കേട്ടാണ് എന്റെ സുഹൃത്ത് നമ്മൾ ചെല്ലുന്നത്. ധ്യാനം 25ാമത്തെ ധ്യാനം കൊടുത്തില്ല. ആത്മീയ മനുഷ്യൻ ആണോ? അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. കുടുംബത്തോട് എല്ലാ ഭംഗിയൊക്കെ ഓരോ പണം കാണുവാനും നൈസാണ്. കൂട്ടായ്മ എല്ലാം മനോഹരമായി പോകുമ്പോൾ പക്ഷേ ഒരവസരം കിട്ടട്ടെ പുറത്തു വരും. ആരാ തെളിയിക്കും? ജഡിക മനുഷ്യനാണ് വളരെ ഇഷ്ടമായുള്ള ക്ലാസ്സെല്ലാം കേട്ടു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എത്രമാത്രം പരിശുദ്ധാത്മാവിന്റെ സ്വാധീനം നമുക്ക് വിലയിരുത്തി പ്രേരണയിലൂടെ അതിനുശേഷം ഒരു അനുഭവ സാക്ഷിയാക്കുകയാണ്. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എത്രമാത്രം നവീകരണ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് എന്ന് ഞങ്ങളുമായിട്ടൊരു അല്പസമയം പങ്കുവയ്ക്കുകയാണ്. സമയത്തിൻ്റെ പരിമിതിയുണ്ട്. നമുക്കറിയാതെ നല്ലൊരു അനുഭവ സാക്ഷ്യം വിശദമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒരു 1/2 മണിക്കൂർ സമയ പരിമിതിയുണ്ട്. എങ്കിലും വിവാഹങ്ങളും നയിക്കുന്നു. ഇപ്പോൾ അവർ ഭർത്താവ് പുറത്ത് ന്യൂസിലൻഡിൽ 2ാമത്തെ മകനാണ്. പേരാത്മാവിന്റെ വലിയ സ്നേഹമാണ് 1985 നവീകരണത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടം. കാരണം പറയാം, ഗവൺമെന്റ് ജോലി വരുമ്പോൾ ധാരാളം ജഡിക പ്രവർത്തനങ്ങൾ വരാൻ സാധിക്കും. കേട്ടതുപോലെ ജഡത്തിന്റെ ജീവിതം നയിക്കാനായിട്ട് വളരെ സ്വാധീന മേഖലയാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ മേഖലകൾ. പക്ഷെ അതിനു മുമ്പ് ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് അത്ഭുതകരമായിട്ട് നവീകരണ ജീവിതത്തിലേക്ക് കടക്കാനായിട്ട് സഹായിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മഞ്ഞാക്കലച്ചന്റെ ധ്യാനത്തിലൂടെയാണ് നവീകരണ ജീവിതത്തിലേക്ക് കടക്കാൻ സാധിച്ചത്. അവിടെ ശരിക്കും ആദ്യം തന്നെ പരിശുദ്ധാത്മാവിന് വൻകൃപയാതെ ഭാഷാപരത്തിലുള്ള ഭാഷാപരം സ്വന്തമാനായിട്ട് പരിശുദ്ധാത്മാവ് സഹായിച്ചു. അതോടൊപ്പം തന്നെ കൂടുതൽ വിശുദ്ധിയിലേക്ക് വരാനുള്ള ഒരു തീക്ഷ്ണത ഉള്ളിൽ കർത്താവ് ഉണ്ടായിട്ട് കാരണം വിശുദ്ധിയുടെ പ്രധാനമായിട്ടും സത്യസന്ധത, അതുപോലെ തന്നെ സ്നേഹം, കരുണ, അങ്ങനെയുള്ള എല്ലാം. അപ്പൊ അവിടെ യേശു ഏകരക്ഷകൻ എന്നൊരു ഭാഷ ധരിച്ചുകൊണ്ടാണ് ഞാൻ ജോലിക്ക്. ഹല്ലേലൂയ.
അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താണ് അതെന്താണ് ചോദിക്കും. പറയാൻ ധാരാളം ക്രൈസ്തവരൊക്കെ ഉള്ളൊരു സമൂഹമാണുള്ള ജോലി ജീവിതം. നമ്മൾ അത് ഇൻസ്പെക്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും കൃഷിക്കാരുടെ ഇടയിലേക്കൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അവരുടെ മുമ്പിലെല്ലാം ആ ഒരു ബാഡ്ജിൽ